ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ ഒരു പുതിയ ദിവസം ദൈവസന്നിധിയിൽ വിനയപ്പെടാനും ആരാധനയിൽ പങ്കുകൊള്ളാനും ദൈവം നമുക്ക് ലഭ്യമായിരിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ കർത്താവെ അവിടുത്തെ പാദപീഠത്തിലിരുന്ന് ആരാധിപ്പാനും വചനം കേൾക്കാനും ഞങ്ങൾക്ക് ലഭ്യമാക്കുന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ ദിവസം ഞങ്ങളുടെ ജീവിതത്തിന് തന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നുവല്ലോ. ഇന്നത്തേക്ക് ആവശ്യമായിരിക്കുന്ന ദൈവശക്തിയും ഊർജവും ഈ ശുശ്രൂഷയിലൂടെ അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോട് കേൾക്കണമേ. ആമേൻ. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 100ാമത്തെ ഗീതം നമുക്ക് ആലപിക്കാം. 100ാമത്തെ ഗീതം. വന്നിടേണം യേശുനാഥ നിയോഗമധ്യേ നീ തന്നരുൾക നിൻ വരങ്ങൾ നിൻ സ്തുതി കൊണ്ടാടുവാൻ. തന്നരുൾക നിൻ വരങ്ങൾ നിൻ സ്തുതി കൊണ്ടാടുവാൻ. മന്നിടത്തിൽ വന്ന നാഥ പൊന്നു തിരുമേനിയേ, നന്ദിയോടിതാ നിന്ദാസ വന്നു കൂടുന്നേ മുൻപിൽ. നന്ദിയോടിതാ നിന്ദാസ വന്നു കൂടുന്നേ മുൻപിൽ. വേദവാക്യങ്ങളെ ഇന്നു മോദമോടുൾക്കൊള്ളുവാൻ താതനെ തുറക്കയങ്ങൾ ഉള്ളത്തെ തൃക്കൈകളാൽ. താതനെ തുറക്കയങ്ങൾ ഉള്ളത്തെ തൃക്കൈകളാൽ. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 13ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 13ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പിൻ. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠമായിരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രാമിനോടുകൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. ഖനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതിനു മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു.
ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ വേദഭാഗം പരാമർശിക്കുന്നത് എന്താണ് എന്ന് നാം ഏവരും അറിയുന്നുവല്ലോ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അബ്രഹാമും ലോത്തും തമ്മിൽ വേർപിരിയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ലോത്ത് അബ്രഹാമിന്റെ സഹോദര പുത്രനായിരുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയത്തിന്റെ കാരണങ്ങളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ലോത്ത് പരാജയപ്പെട്ടു പോയത്? നാം അറിയുന്നത് പോലെ ലോത്ത് സൊദോം ഗൊമോറ വരെ കൂടാരമടിച്ചു പോയി പാർക്കുകയും ആ ദേശം നശിച്ചു പോകുകയും തൻ്റെ കുടുംബവും നശിച്ച് നാമാവശേഷമായി തീരുകയും ചെയ്തതായിട്ടാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. നമ്മളിന്ന് ഒരുമിച്ച് ഈ ലോത്തിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ആ പരാജയ കാരണങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ തിരുത്തുവാനും ദൈവം നമുക്ക് കാണിക്കുന്ന നേർവഴിയിലൂടെ സഞ്ചരിക്കാനും ദൈവം നമുക്ക് അവസരങ്ങളെ സാധ്യമാക്കി തീർക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമതായിട്ട് ലോത്തിന്റെ പരാജയത്തിന്റെ കാരണമെന്ന് പറയുന്നത് കടപ്പാടുകൾ മറന്നുപോയ മനുഷ്യനാണ് ലോത്ത് എന്നുള്ളതാണ്. കടപ്പാടുകൾ മറന്നുപോയ മനുഷ്യനാണ് ലോത്ത്. അബ്രഹാം ദൈവവിളി കേട്ട് ഹാരാനിൽ നിന്ന് പുറപ്പെടുകയാണ്. അബ്രഹാമിന്റെ സഹോദരപുത്രനായിരിക്കുന്ന ലോത്ത് ഒരുപക്ഷെ ആ സമയങ്ങളിൽ മുറ്റത്ത് ഒരു ബാലനായി കളിച്ച് നടക്കുന്നുണ്ടാകും. ദൈവവിളി കേട്ട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അബ്രഹാം യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഈ ലോത്തിനെ കൂടെ അബ്രഹാം കൂടെ കൂട്ടുകയാണ്. നീയും പോന്നോളൂ എന്ന മട്ടിൽ അബ്രഹാമിനോടൊപ്പം ലോത്ത് കൂടെ പോരുകയാണ്. ഈ യാത്രയിലുടനീളം അവർ ഒരുമിച്ച് സഞ്ചരിക്കുന്നു. ലോത്ത് അബ്രഹാമിനോട് ചേർന്ന് നടന്ന് വളരുകയാണ്, സമ്പന്നനായി മാറുകയാണ്. തനിക്ക് എല്ലാവിധമായ വിഭവങ്ങളും ഈ യാത്രയിൽ ലഭ്യമാവുകയും ചെയ്യുന്നു. ദാസരും സേവകരും ആടുമാടുകൾ, അങ്ങനെ അനവധിയായ സമ്പത്തുകൾ. ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്ന വേദഭാഗത്തിൽ അബ്രഹാമും ലോത്തും ബേതേലിനും ഹായിക്കും മധ്യേ പാർക്കുമ്പോൾ സമ്പത്ത് നിമിത്തം അവരുടെ ഇടയന്മാർ തമ്മിൽ തർക്കമുണ്ടാവുകയാണ്. വിഭവങ്ങളുടെ വർധനവ് മുഖാന്തരം, അതിൻ്റെ ആധിക്യം മുഖാന്തരം ഇതുവരെ ഒരുമിച്ച് പാർത്തവർക്ക് ഒരുമിച്ച് ഒരു ദേശത്ത് പാർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അബ്രഹാം ഒരു നിർദ്ദേശം മുൻപോട്ട് വയ്ക്കുകയാണ്. നാം സഹോദരന്മാരാണ്, നമ്മൾ തമ്മിൽ പിണക്കമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നീ എന്നെ വിട്ടു പിരിഞ്ഞാലും കുഴപ്പമില്ല. നീ വലത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് തിരഞ്ഞെടുപ്പ് അബ്രഹാം ലോത്തിന്റെ മുന്നിൽ വയ്ക്കുകയാണ്. ആ തർക്കം ഇടയന്മാർക്കിടയിൽ പരിഹരിക്കാൻ ലോത്ത് മുൻകൈ എടുക്കുന്നതായിട്ടൊന്നും നമ്മളിവിടെ കാണുന്നില്ല. വേർപിരിയാൻ ഇതാണ് തക്കമെന്ന മട്ടിൽ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ് യാത്ര ചെയ്യുകയാണ്. തനിക്ക് സമ്പുഷ്ടമാണെന്ന് തോന്നിയ, ഫലകരമാണെന്ന് തോന്നിയ ഒരു പ്രദേശം തിരഞ്ഞെടുത്ത് ജോർദാന്റെ പ്രദേശം നല്ലതെന്ന് ലോത്ത് തീരുമാനമെടുത്ത് ലോത്ത് യാത്രയാവുകയാണ്. ഒരുപക്ഷെ അബ്രഹാം ചിന്തിച്ചു കാണും, ഇവൻ എന്നെ വിട്ട് പോകാതിരുന്നെങ്കിലെന്ന്. എന്നാൽ അബ്രഹാമിനെ മറന്ന് ലോത്ത് യാത്ര ചെയ്യുകയാണ്. ആ യാത്ര അവസാനിക്കുന്നത് നാശത്തിലാണ് എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ അറിയാം. ലോത്തിന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ പരാജയം അത് തന്നെയാണ്. വളർത്തുകയും വലുതാക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന അബ്രഹാമിനെ താൻ മറന്നുപോയി, താൻ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. വന്ന വഴികളെയും രൂപപ്പെടുത്തിയ വ്യക്തികളെയും
ജീവിതത്തിൽ ഒരു നാളും മറക്കാതിരിക്കണം. ഇവിടെ ലോത്തിന്റെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം കടപ്പാടുകൾ മറന്നുപോയി എന്നുള്ളത് തന്നെയാണ്. ജോൺ ബ്രിട്ടാസ് എന്ന മാധ്യമപ്രവർത്തകൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട്. ഒത്തിരി പേർ ചായച്ചു തന്ന തോളത്ത് ചവിട്ടിയാണ് ഞാൻ ദൂരക്കാഴ്ച കണ്ടത്. ഒത്തിരി പേർ ചായച്ചു തന്ന തോളത്ത് ചവിട്ടിയാണ് ഞാൻ ദൂരക്കാഴ്ച കണ്ടത്. അങ്ങനെ നമുക്കായി തോൾ ചായച്ചു തന്നവരെ, നമുക്ക് വേണ്ടി നാം നിൽക്കുന്ന മണ്ണൊരുക്കിയവരെ, നമുക്ക് വേണ്ടി പ്രതലങ്ങൾ സൃഷ്ടിച്ചു തന്നവരെ നമ്മൾ മറന്നു പോകരുത്. ആ കടപ്പാടുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ലോത്തിനിവിടെ കടപ്പാട് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഒരു വയോജന മന്ദിരത്തിലെ ഒരു ഡയറക്ടറിനോട് സംസാരിക്കാനിടയായപ്പോൾ അദ്ദേഹം പങ്കുവെച്ചൊരു അനുഭവം ഓർക്കുന്നു. മാതാപിതാക്കളെ ഒരു മകൻ വിദേശത്ത് പോകുന്നതിന് മുന്നോടിയായി ഈ വയോജന മന്ദിരത്തിൽ വൃദ്ധസദനത്തിൽ കൊണ്ടുചെന്ന് ആക്കുകയാണ്. അപ്പോൾ ഡയറക്ടർ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനമായി പോകാം, പക്ഷേ ഇടയ്ക്ക് വരണം, ഇവിടുത്തെ പേയ്മെന്റ് ഉണ്ട്, അത് നൽകാം, അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ കാണുകയും ചെയ്യാം. ആ സമയത്ത് ആ മകൻ ആ ഡയറക്ടറോട് ചോദിച്ച ചോദ്യമാണ് ഹൃദയഭേദകമാകുന്നത്. ഒറ്റ പേയ്മെന്റിൽ തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒറ്റ പേയ്മെന്റിൽ തീർക്കാൻ പറ്റുമോ? ഇന്ന് മാതാപിതാക്കളെയും വളരുന്നതിന് സാഹചര്യം ഒരുക്കിയ പ്രിയപ്പെട്ടവരെയും എങ്ങനെ ഒറ്റ പേയ്മെന്റിൽ തീർക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്ത് കടപ്പാടുകൾ മറക്കാതിരിക്കാൻ ലോത്ത് ഈ വേദഭാഗത്തിലൂടെ നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് ഈ ലോത്തിന്റെ പരാജയം എന്ന് പറയുന്നത് ആത്മീയമായ ഒരു ഉൾക്കാഴ്ച തനിക്ക് നഷ്ടമായി പോയി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം അബ്രഹാം ലോത്തിന്റെ മുന്നിലേക്കാണ് നൽകുന്നത്. അപ്പോൾ ലോത്ത് ഏറ്റവും മെച്ചമായ ഒരു പ്രദേശമാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. 13-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. തുടർന്ന് 11-ാം വാക്യം, ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആത്മീയമായ ഒരു ദർശനം നഷ്ടപ്പെട്ടു പോകുന്ന ലോത്ത് ഒരു ദേശത്തിന്റെയും അത് മുന്നിലേക്ക് വയ്ക്കുന്ന വർണ്ണ കാഴ്ചകളിലേക്കും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പുറം കാഴ്ചകളാണ് മനുഷ്യനെ പലപ്പോഴും സ്വാധീനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവിടെ സ്ത്രീ പറയുന്നൊരു വാചകമുണ്ട്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതെന്നും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്നും ആ സ്ത്രീ കാണുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ ഒരു കൺസ്യൂമറിസ്റ്റിക് കൾച്ചർ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് സമാനമായ കാഴ്ചകളാണ്. പുറം കാഴ്ചകളുടെ വർണ്ണങ്ങളിലും മോടിയിലുമാണ് ഗുണമേന്മ എന്നതാണ് പലരുടെയും ചിന്താഗതി. അതല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ലോകം ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ കെട്ടകാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഉള്ളടക്കങ്ങൾ തിരിച്ചറിയാൻ കൃപയേകണമേ എന്നതാണ്. ലോത്ത് നോക്കി യോർദാന്റെ പ്രദേശമൊക്കെ വളരെ ഭംഗിയാണ് എന്ന് പുറമേ തന്റെ കാഴ്ചയിൽ താൻ മനസ്സിലാക്കുകയാണ്. നമ്മൾ തുടർന്ന് ആ വേദഭാഗം വായിക്കുമ്പോൾ ലോത്ത് മാറി മാറി കൂടാരമടിച്ചു, പട്ടണങ്ങളിൽ പാർത്തു, ഒടുവിൽ സോദോം ഗോമോറയിൽ എത്തുകയും അവിടെ നശിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ഭാര്യ ഉപ്പുതൂണായി തീരുകയാണ്. ലോത്ത് ഒരു കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ, എൻ്റെ സമ്പത്തിന്റെ സാമ്രാജ്യം പണിയാൻ, കന്നുകാലികൾക്ക് മേയാൻ ഏതാണ് അനുയോജ്യമായ സ്ഥലം? അങ്ങനെയാണ് താൻ യോർദാന്റെ ആ പ്രദേശം നല്ലതെന്ന് കാണുകയും അത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. മറിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആത്മീകമായൊരു പരിപോഷണം അവിടെ സാധ്യമാകുമോ? യാഗപീഠങ്ങൾ പണിയുന്നതിന് സാധ്യമായ സാഹചര്യങ്ങളും അവസരങ്ങളും അവിടെ ഉണ്ടാകുമോ? ഇതൊന്നും ലോത്തിന്റെ പരിഗണനാക്രമങ്ങളിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ദേശങ്ങളുടെ പുറം കാഴ്ചകളിൽ മങ്ങി അവിടങ്ങൾ തിരഞ്ഞെടുക്കുകയും
പരാജിതനായി ലോത്ത് തീരുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, കാലികളെ നോക്കുവാൻ മാത്രം സ്ഥലം തിരഞ്ഞെടുത്ത ഈ ലോത്തിന് തൻ്റെ മക്കളെ നഷ്ടപ്പെടുന്നു, അവർ ദുർനടപ്പുകാരായി മാറി എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 30-ാം വാക്യങ്ങൾ 30 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അപ്പനിൽ നിന്ന് അപ്പനെ മദ്യപിപ്പിച്ച് ലക്ക് എടുത്തി അവനിൽ നിന്ന് ഗർഭം ധരിക്കുന്ന ദുർനടപ്പുകാരായ മക്കളായി ലോത്തിന്റെ മക്കൾ തീരുകയും അവരിൽ നിന്ന് പിറന്ന 2 പേർ ശപിക്കപ്പെട്ട തുടർ ജനതയുടെ അമോന്യരുടെയും മോവാബ്യരുടെയും പിതാക്കന്മാരായി മാറുകയും ചെയ്തു എന്ന സങ്കടകരമായ അനുഭവമാണ് നമ്മളവിടെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ആത്മീക ദർശനങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ തലയുയർത്തി നോക്കുമ്പോൾ കാണേണ്ടത് ഈ ലോകത്തിന്റെ പുറംമോടികളല്ല, ഈ ലോകം മുന്നിലേക്ക് വയ്ക്കുന്ന പുറം കാഴ്ചകളല്ല. അതിനുമപ്പുറം പ്രാർത്ഥനയോടെ, ദൈവമേ, എൻ്റെ വളർച്ചയ്ക്കും എൻ്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനുമൊക്കെയായി സ്ഥായിയായിരിക്കുന്ന ഒരു അനുഭവങ്ങളാണോ വരുന്ന ആളുകളിൽ ഈ ഇടങ്ങൾ, ഈ സാധ്യതകൾ, ഈ ദേശങ്ങൾ ഒരുക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. അതിന് വിവേചന ബുദ്ധി ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോത്തിന് ആത്മീയമായൊരു ദർശനം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അബ്രഹാം തന്റെ തിരഞ്ഞെടുപ്പ് ലോത്തിന് ഇവിടെ വിട്ടുകൊടുക്കുകയാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിച്ച ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും എന്നുള്ളതാണ്. അബ്രഹാമിന് അറിയാം, തീരുമാനമെടുക്കുന്ന തെരഞ്ഞെടുപ്പ് ലോത്തിന് വിട്ടുകൊടുത്താലും ഒരു കുഴപ്പവുമില്ല. കാരണം ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ ഒരു ശൂന്യത മാത്രം മുന്നിലുണ്ടായിരുന്നപ്പോൾ ഈ ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്നവനാണ്. ആ ദൈവമാണ് ഇന്ന് തനിക്ക് കാണുന്നതായ എല്ലാ വിഭവങ്ങളും തൻ്റെ ചുറ്റും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് അവന് വിട്ടുകൊടുത്താലും ഈ ദൈവം എന്നെ നാളെയും നടത്തുമെന്നുള്ള വലിയ വിശ്വാസവും ഉറപ്പുമാണ് അബ്രഹാമിനുള്ളത്. അബ്രഹാം ആരാധന അർപ്പിക്കുകയും കൂടാരമടിക്കുകയും നിരന്തരമായി യാഗം കഴിക്കുകയും ദൈവസന്നിധി നിലനിൽക്കുകയും ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കണം, തിരിച്ചറിയണം, അബ്രഹാമിനെ പോലെ നമ്മുടെ തിരഞ്ഞെടുപ്പുകളൊക്കെ പ്രാർത്ഥനയോടെ എടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എത്ര ഫലകരമല്ല എന്ന് ചിന്തിക്കുന്ന ഇടങ്ങളെയും ദൈവത്തിന് ഫലപുഷ്ടമാക്കി തീർക്കാൻ കഴിയും. ഇനി നമ്മൾ നമ്മുടേതായിട്ടുള്ള ബുദ്ധിയിലും ആലോചനയിലും അതിന്റെ വർണ്ണക്കാഴ്ചകളിലും ഒക്കെ മാത്രം അധിഷ്ഠിതമായി തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എത്ര ഫലപുഷ്ടമാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇടങ്ങളും ഊഷരമായി തീരുകയും ചെയ്യുമെന്നതാണ് ലോത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാം സഞ്ചരിച്ച വഴികളിൽ സഞ്ചരിക്കാൻ, ലോത്തിന്റെ പരാജയങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ദൈവം ഈ നാളുകളിൽ നമ്മെ സഹായിക്കുകയും ഈ തിരുവചന കേൾവി അതിന് മുഖാന്തരമായി തീരുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. ആഴമായി ഞങ്ങളെ കരുതുന്ന, സ്നേഹിക്കുന്ന കർത്താവേ, ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ സന്നിധിയിലിരുന്ന് പഠിക്കാൻ, വചനം കേൾക്കാൻ ഞങ്ങൾക്ക് ലഭ്യമാക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോത്തിന്റെ പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് കർത്താവെ ഞങ്ങൾ ധ്യാനിച്ചുവല്ലോ. ലോത്ത് ജീവിതത്തിൽ കടപ്പാടുകൾ മറന്നുപോയൊരു മനുഷ്യനാണെന്ന് ഞങ്ങൾ ധ്യാനിച്ചു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് വളമായി തീർന്നവർ ഒത്തിരി ഉണ്ട് കർത്താവെ. ഞങ്ങളെ കൈപിടിച്ച് നടത്തിയവർ ഒരുപാടുണ്ട്. ഞങ്ങളെ ധൈര്യപ്പെടുത്തിയവരും ശക്തീകരിച്ചവരും ഒരുപാട് പേരുണ്ട്. ആ കടപ്പാടുകൾ ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ, ശരണപ്പെടാൻ തമ്പുരാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. കർത്താവെ, ലോത്തിന് ആത്മീകമായൊരു ദർശനം നഷ്ടപ്പെട്ടു പോയി. ലോകത്തിന്റെ പുറം കാഴ്ചകളും പുറം മോടിയും മാത്രമാണ് ലോത്ത് കണ്ടത് എന്ന് ഞങ്ങൾ ധ്യാനിച്ചുവല്ലോ. ഈ ലോകപരമായി ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ ഈ ലോകത്തിന്റെ വർണ്ണക്കാഴ്ചകളിൽ കർത്താവെ ആകൃഷ്ടരായി തീർന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ജീവിതം തകർന്നു പോകാൻ അനുവദിക്കരുത്. എല്ലാ വർണ്ണക്കാഴ്ചകളുടെയും മധ്യേ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയാൻ,
അവിടുന്ന് ഞങ്ങൾക്കായി യഥാർത്ഥമായി കരുതിയിട്ടുള്ള ഇടങ്ങളാണോ ഓരോ ഇടങ്ങളുമെന്ന് ബോധ്യപ്പെടാൻ, ഓരോ ദിവസവും പ്രാർത്ഥനയോടെ തീരുമാനങ്ങളെ കൈക്കൊള്ളാൻ നാഥ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ തിരുവചനം കേട്ട എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഹൃദയങ്ങളോട് സംസാരിക്കണമേ. അവിടെ നിന്നല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയില്ല. നീ ഒഴികെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവുമില്ല. നാഥ കൃപയോടെ നടത്തണം. ഞങ്ങളുടെ ലോകത്തെ അനുഗ്രഹിക്കണം. എല്ലാവരെയും ദൈവം സൗഖ്യത്തോടെ നടത്തണം. ലോകത്തിൻ്റെ എല്ലാ പ്രയാസതകളിൽ നിന്നും ദൈവമേ അവിടെ നിന്ന് നീക്കുപോക്ക് നൽകി ആശീർവദിക്കണം. ഇതുവരെയും നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. മാനവ മഹത്വമോട് സ്വീകരിക്കണം. എത്രയും വേഗം തിരുവാലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാനുള്ള സാധ്യതകൾ ദൈവം ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവോട് കേൾക്കണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സമാശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സംസർഗവും കാവലും നമ്മോട് നമ്മുടെ തുടർന്നുള്ള ജീവിതങ്ങളോടും പ്രവർത്തനങ്ങളോടും നാം കേട്ട തിരുവചന സത്യങ്ങളോടും ഇന്നും എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരും.